നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകൾ ഹോർമിസ് കടലിടുക്ക് കടന്നത് ഇറാനിയൻ നാവികസേനയുടെ സഹായത്തോടെ. കപ്പൽ യാത്രയിലുടനീളം ഇറാൻ നാവികസേനയുമായി റേഡിയോ ബന്ധം പുലർത്തി. കപ്പലിലെ പതാക, പുറപ്പെട്ട സ്ഥലം, ലക്ഷ്യസ്ഥാനം, കപ്പലിലെ ജീവനക്കാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ ഇറാൻ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. കപ്പലിലെ ജീവനക്കാരൊക്കെ ഇന്ത്യക്കാരാണെന്ന് ഇറാൻ ഉറപ്പുവരുത്തി. ഇറാൻ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ ഒടുവിൽ കപ്പലിനെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു. ഇറാനിയൻ സമുദ്രാതിർത്തിക്കുള്ളിൽ വെച്ച് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുത്ത കപ്പലുകളെ ഇറാൻ നാവികസേന കടത്തിവിട്ടത്. 10 ദിവസത്തോളം പേർഷ്യൻ ഉൾക്കടലിൽ നങ്കുരവിട്ട ഇന്ത്യൻ കപ്പലിന് മാർച്ച് 13-നാണ് യാത്ര തുടരാൻ അനുമതി ലഭിച്ചത്. ഇറാനിയൻ ദ്വീപുകളായ ലാറക്കിനും കശ്മീരിനുമിടയിലുള്ള ഇടുങ്ങിയ പാതയിലൂടെ ഇറാൻ തീരത്തോട് ചേർന്ന് അതീവ ജാഗ്രതയോടെ ഇന്ത്യൻ കപ്പലുകൾ നീങ്ങി. ഒമാൻ ഉൾക്കടലിലെത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ അതിന് സ്വീകരിച്ചു. പിന്നീട് ഇന്ത്യൻ നാവികസേന കപ്പലിനെ അനുഗമിച്ചു. ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമിസ് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഞങ്ങളുടെ നാവികസേന ഒന്നും ഭയക്കുന്നില്ല. നാവികസേനയുടെ പരിപൂർണ നിയന്ത്രണം ഇപ്പോഴും ഹോർമിസ് കടലിടുക്കിൽ ഇറാൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചു. ഒടുവിൽ ഇതാ ഹോർമിസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. 48 മണിക്കൂർ സമയമാണ് ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തും. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിച്ച് തകർത്ത് ചാരമാക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഏറ്റവും വലുതിൽ നിന്നായിരിക്കും തുടക്കമെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. ഊർജ്ജ പ്ലാന്റുകളും എണ്ണ വാതക പാടങ്ങളുമൊക്കെ ആക്രമിച്ച് ഇസ്രായേലിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കണമെന്ന് 3 ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് സൗത്ത് പാഴ്സ് അടക്കമുള്ള വാതകപ്പാടങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണവും തുടങ്ങിവെച്ചിരുന്നു ഇസ്രായേൽ. എന്നാൽ ലോകത്ത് പെട്ടെന്ന് എണ്ണവില കുതിച്ചുയരുന്നത് കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് 1 ദിവസം മുൻപ് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കൂടുതൽ കർക്കശക്കാരനായിരിക്കുന്നു. ഇറാനെ തകർത്തിട്ടേ തങ്ങൾ പിൻവാങ്ങൂ എന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞു. ഇന്ന് ഒരു പടി കൂടി കടന്ന് ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ആരംഭിക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇത്തരമൊരു മുന്നറിയിപ്പിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു സന്ദേശമാണ്. ഹോർമിസ് കടലിടുക്ക് ഇനി ഇറാന്റെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കേണ്ടതില്ല. അത് പൂർണ്ണമായി തുറന്നിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ഹോർമുസ് കടലിടുക്കിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി തകർത്തുവെന്ന് ഇന്ന് US വ്യക്തമാക്കി. ക്രൂസ് മിസൈലുകളും മറ്റായുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഒരു ഭൂഗർഭ ബങ്കറാണ് തങ്ങൾ ആക്രമണത്തിൽ തകർത്തത്. മറുവശത്ത് ഇസ്രായേലിന്റെ നേർക്ക് ഇപ്പോൾ അതിമാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയാണ് ഇറാൻ. ഇസ്രായേലിന്റെ തെക്കൻ നഗരമായ ഡിമോണയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 39 പേർക്കാണ് പരിക്കേറ്റത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 3 നില കെട്ടിടം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 5ാം തവണയാണ് ഡിമോണയിലേക്ക് മിസൈലുകൾ തൊടുത്തത് ഇറാൻ. ഷിമൺ പെരേസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഡിമോണയിലാണ്. മിസൈൽ ആക്രമണത്തിൽ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ തീപിടുത്തമുണ്ടായി എന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ആണവ വികിരണം സംഭവിച്ചിട്ടില്ല എന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാൻ തുറന്നു കൊടുക്കുമോ? അങ്ങനെയൊന്ന് സംഭവിച്ചില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ഇനി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അതിശക്തി ആക്രമണങ്ങൾ തുടങ്ങുമോ? തങ്ങളുടെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ പശ്ചിമേഷ്യയിൽ US നേതൃത്വത്തിലുള്ള സമാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ ഖതം അൽ-അബ്ബിയ സൈനിക കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇത് യുദ്ധം വീണ്ടും ശക്തമായി വളരാൻ ഇടവരുത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകവ്യാപകമായി നിക്ഷേപകർ. ഇറാൻ US ഇസ്രയേൽ യുദ്ധത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ നിക്ഷേപകരും യുദ്ധവിദഗ്ധരുമൊക്കെ. ഇക്കഴിഞ്ഞ ദിവസം ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇത് അമേരിക്കയെയും UK-യെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു. സമാനമായൊരു മിസൈൽ ആക്രമണം ഇറാൻ UK-യിലേക്ക് നടത്തിയാൽ അവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായില്ല. US-ഉം UK-യും സംയുക്തമായി പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താവളത്തിലേക്കാണ് ഇക്കഴിഞ്ഞ രാത്രി ടെഹ്റാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. ഇറാനിൽ നിന്ന് 2360 മൈൽ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ കരുതിയിരുന്നത് ഇറാന്റെ മാരകപ്രഹരശേഷിയുള്ള
മിസൈലുകൾക്ക് എത്താൻ കഴിയുന്നത് 1240 മൈലുകളെന്നാണ്. 2609 മൈൽ അകലെയാണ് പാരീസ്, 2750 മൈൽ അകലെയാണ് ലണ്ടൻ. ഈ മേഖലകളും ഇപ്പോൾ ഇറാന്റെ പരിധിക്കുള്ളിലാണ് എന്ന ഭയം UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ അലട്ടുന്നു. സൈപ്രസിലെ RAF അക്രോതിരി ടെഹ്റാനിൽ നിന്ന് വെറും 1000 മൈൽ അകലെ. ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി ഹോർമിസ് കടലിടുക്കിൽ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ സർ കെയർ സ്റ്റാമർ US-ന് അനുമതി കൊടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഡീഗോ ഗാർഷ്യക്കെതിരെയുള്ള ഇറാൻ ആക്രമണം. ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം കൂടുതൽ ശക്തമാക്കി അമേരിക്ക ഇറാന് നേർക്കുള്ള ആക്രമണത്തിൻ്റെ തോത്. ഇറാന്റെ നതാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. US-ന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം തൊടുത്തത്. 200 അടി ഭൂമിക്കടിയിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്ററുകളാണ് നതാൻസിൽ ഉപയോഗിച്ചത്. ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ബഹ്റൈൻ, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ 22 രാജ്യങ്ങൾ ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഈ പ്രസ്താവനയിൽ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള തങ്ങളുടെ യുദ്ധത്തിൽ UK തങ്ങൾക്കൊപ്പം തുടക്കം മുതൽ നിന്നില്ല എന്ന പരിദേവനം പലപ്പോഴും ട്രംപ് ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് ട്രംപിന് സഹായവുമായി കെയർ സ്റ്റാമർ ഇക്കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഹോർമിസ് കടലിടുക്കിൽ ആക്രമണം ശക്തിപ്പെടുത്താൻ ബ്രിട്ടൻ സഹായിക്കും എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഇപ്പോഴുള്ള അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ. ദുബായിലെ ആഡംബര ജീവിതവും സുരക്ഷയുമൊക്കെ കുതിച്ച് നിരവധി ഇൻഫ്ലുവൻസർമാരും റിയാലിറ്റി ഷോ താരങ്ങളുമൊക്കെ ദുബായിലെത്തി സുഖജീവിതം നയിക്കുകയായിരുന്നു. അതിനിടയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ ഭയം അവരെയും വേട്ടയാടി തുടങ്ങി. ദുബായ് സുരക്ഷിതമാണ് എന്ന് ഇക്കൂട്ടർ പറയുന്നു. മറുവശത്ത് സുരക്ഷ ഉറപ്പാക്കാൻ UAE സർക്കാർ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു. എന്നാൽ ഇറാൻ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചാൽ ദുബായ്ക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ചെറുതായിരിക്കില്ല. അറേബ്യൻ കടലിലേക്ക് UK ഒരു ആണവ അന്തർവാഹിനി വിന്യസിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി മെയിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച HMS ആൻസൺ വടക്കൻ അറേബ്യൻ കടലിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സംഘർഷം രൂക്ഷമായാൽ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള കഴിവ് ഈ അന്തർവാഹിനിക്കുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളം ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ടെഹ്റാന്റെ കൈവശം മുമ്പ് അവർ അവകാശപ്പെട്ടതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ട് എന്ന തോന്നൽ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്. ഇറാനിൽ നിന്ന് 2500 മൈൽ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ തൊടുത്തതാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഒരുപക്ഷെ അവരുടെ കയ്യിലുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു താൽക്കാലിക വിക്ഷേപണത്തിനായി അവർ ബഹിരാകാശത്തെ ആശ്രയിച്ചിട്ടുണ്ടാവാം. ഒരു ബഹിരാകാശ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണോ ഈ മിസൈൽ ആക്രമണമെന്ന സംശയം അമേരിക്കയിലും ശക്തമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടാവാം. എന്നാൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇറാനുമേലുള്ള നിയന്ത്രണമില്ല എന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. ഖമനേയേക്കാൾ ഒരുപക്ഷെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പിനാവാം ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിൽ കൂടുതൽ നിയന്ത്രണമുള്ളത്. ഖമനേയിക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിവരം. ഖമനേയി ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് IRGC നേരിട്ടാവാം എന്നതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മിസൈൽ ആക്രമണങ്ങളുമായി ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. അതിശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ വിറയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.